ചെന്താമര നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി നേരത്തെ സുജാത വധക്കേസിലും പ്രതിയായ ചെന്താമര സുജാത വധക്കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്ത. നേരത്തെ തന്നെ അതിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഈ ഇരട്ടക്കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതിൽ വിചാരണയിലിരിക്കുകയാണ് അദ്ദേഹം ജാമ്യത്തിലിറങ്ങി രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത്. 2019 സജിതയെ കൊലപ്പെടുത്തിയത്. സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കൊല്ലം അദ്ദേഹം സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃ മാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ആദ്യത്തെ കൊലപാതക കേസിലാണ്, സുജാത കൊലക്കേസിലാണ് ഇപ്പോൾ ചെന്താമര പ്രതിയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദു, എന്താണ് കോടതി പറഞ്ഞത്? ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. സജിത കൊലക്കേസ് 2019 ചെന്താമര നടത്തിയ സജിത കൊലപാതകത്തിലാണ് കോടതിയുടെ വിധി നിലവിൽ വന്നിട്ടുള്ളത്. ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, അതിക്രമിച്ച് കടക്കൽ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് കോടതി കുറ്റക്കാരനാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഈ കേസിൽ വിധി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ വിധി ഉണ്ടാവുക. ഇരട്ട കൊലപാതകത്തിന് മുന്നെയാണ് ചെന്താമര ഇത്തരത്തിൽ സജിത കൊലപാതകം നടത്തിയിട്ടുള്ളത്. 2019 വീട്ടിൽ കയറി സജിത എന്ന് പറയുന്ന വീട്ടമ്മയെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. തുടർന്ന് പിടിയിലായ ചെന്താമര ശിക്ഷയിലായിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങി പൂർണ്ണമായും ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് പോത്തുണ്ടിയിലേക്ക് തിരിച്ചെത്തുകയും പിന്നീട് ഇരട്ട കൊലപാതകം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിചാരണ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ സജിത കൊലപാതകത്തിൽ വിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ഒരുപക്ഷെ ഉച്ചയ്ക്ക് തന്നെ ഈ കേസിൽ വിധി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 2019 സജിത കൊലപാതക കേസിൽ നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി കൂടിയായ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നന്ദഗോപാൽ, ഇയാളിപ്പോൾ തടവിലാണല്ലോ. ഇയാൾക്ക് ജാമ്യം ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണല്ലോ ഇരട്ട കൊലപാതകം നടന്നത്. ഇപ്പോൾ അയാൾ ജയിലിൽ തന്നെയല്ലേ? നിലവിൽ ചെന്താമര ജയിലിൽ ശിക്ഷയിൽ കഴിയുകയാണ്. ഇരട്ട കൊലപാതകത്തിന് ശേഷം പിടിയിലായ ചെന്താമര ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. അതിനു മുൻപ് സജിത കൊലപാതകം നടത്തിയതിനു ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമരയാണ് ഇരട്ട കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ശിക്ഷാവിധി 16-നാണ്. മറ്റന്നാളാണ് ചെന്താമരയുടെ കേസിൽ ശിക്ഷാവിധി പറയുക. നിലവിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 16-ന് ശിക്ഷ വിധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജീവപര്യന്തം മുതൽ ശിക്ഷയുണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്, മരിച്ച സജിതയുടെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇയാൾക്ക് കൊലക്കുറ്റത്തിന് ഇയാൾക്ക് തൂക്കുകയർ വിധിക്കണമെന്നുള്ളതാണ്. പക്ഷേ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇനിയിപ്പോൾ 16-ന് മാത്രമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ചെന്താമര നടത്തിയിരിക്കുന്നത് ക്രൂരമായ കുറ്റകൃത്യമാണ് എന്നുള്ളത് കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിലെ തന്നെ 3 പേരെയാണ് ചെന്താമര ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. 2 പെൺമക്കൾ പൂർണ്ണമായും അനാഥരായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ വാക്കുകളൊക്കെ ഇരട്ട കൊലപാതകത്തിനു ശേഷം നമ്മൾ കേട്ടതാണ്. വലിയ ഭയപ്പാടിലാണ് 2 പെൺകുട്ടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയും ഇയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളെ കൂടെ കൊലപ്പെടുത്തുമെന്നുള്ളത് ഈ പെൺകുട്ടികൾ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും തന്നെ ചെന്താമരയ്ക്ക് നൽകരുത് എന്ന് ഈ കുട്ടികൾ ഉൾപ്പെടെ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടെ കേസിലെ പ്രധാന സാക്ഷിയായ പുഷ്പ അവർ നാട് വിടുകയും ചെയ്തു. ചെന്താമരയെ ഭയന്നാണ് അവർ നാട് വിട്ടത്. അതായത് ചെന്താമര വിചാരണ കാലയളവിൽ കോടതിയിലേക്ക് വരുമ്പോൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ പ്രതികരണം തേടുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനിയും താൻ കൊലപാതകം നടത്തും, പുഷ്പയെ ഉൾപ്പെടെ കൊലപ്പെടുത്തുമെന്നുള്ളതാണ്. ഇത് ആവർത്തിച്ച് ചെന്താമര പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുഷ്പ തന്നെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചെന്താമരയ്ക്ക് ഒരു ജാമ്യം കിട്ടുകയോ ചെന്താമര ജയിൽ ചാടുകയോ ചെയ്താൽ ആദ്യം തന്നെ കൊലപ്പെടുത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഭയന്നു പോയ പുഷ്പ അവിടെ നിന്നും നാട് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് പോത്തുണ്ടിയിലെ ഒരുവിധം ആളുകളുടെ ഒക്കെ പ്രതികരണം. അതായത് ചെന്താമരയെ ഭയന്നുകൊണ്ട് ഒരു നാട് മുഴുവൻ കഴിയുന്ന ഒരു സ്ഥിതി ഈ ഇരട്ട കൊലപാതകത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ആളുകൾക്ക് വലിയ ഭയമായിരുന്നു ചെന്താമരയെ. ഇയാൾ ഒളിവിൽ പോയ സമയത്ത് അവിടെ നടത്തിയ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വലിയ വാർത്തയായിരുന്നു. ആ സമയത്ത് തന്നെ ഇയാളെ കണ്ടെത്താൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കാട്ടിലേക്ക് പോവുക, പ്രത്യേക രീതികളിൽ ഒളിവിൽ പോവുക, പിന്നീട് വിശന്നാൽ പുറത്തേക്ക് വരിക, അങ്ങനെ പ്രത്യേക സ്വഭാവ വൈകല്യമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ചെന്താമര എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഈ കൊലം ചെയ്യും എന്നുള്ള ഒരു ഭീഷണി മുഴക്കുന്ന ചെന്താമരയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ജാമ്യം ഉൾപ്പെടെ കിട്ടിയാൽ
ഇയാൾ ഈ കൊലപാതകം ആവർത്തിക്കുമെന്നുള്ളതാണ് എല്ലാവരും ആവർത്തിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന് നേരെയും വലിയ തോതിലുള്ള വിമർശനം ഇരട്ട കൊലപാതകത്തിന് ശേഷം ഉയർന്നു വന്നിരുന്നു. അതായത് സജിത കൊലപാതകത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമര പോത്തുണ്ടി മേഖലയിലേക്ക് ഉൾപ്പെടെ വരരുതെന്ന ജാമ്യ വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ചെന്താമര പോത്തുണ്ടിയിൽ വന്നു നിന്നത്. പക്ഷേ പലതവണ പോലീസിന് നാട്ടുകാർ ഉൾപ്പെടെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകിയെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ നടപടികളൊന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് ഒരു പകൽ സമയത്ത് ചെന്താമര ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തുന്നത്. ലക്ഷ്മിയെയും ഒപ്പം തന്നെ സജിതയുടെ ഭർത്താവിനെയുമാണ് ചെന്താമര ഇങ്ങനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ചെന്താമരയെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അതിനുശേഷം 16-നാണ് ശിക്ഷാ വിധി ഉണ്ടാവുക. വധശിക്ഷ തന്നെയാണ് ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട സജിതയുടെ കുടുംബം പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇവരുടെ വക്കീൽ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ശിക്ഷാവിധി കൂടെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനി എല്ലാവരും കാത്തിരിക്കുകയാണ്. വരുന്ന 16-നാണ് ഈ ശിക്ഷാവിധി ഉണ്ടാവുക. 16-നാണ് ശിക്ഷാവിധി. ഒരു കൊടും കുറ്റവാളി, ഒരു സൈക്കോ കുറ്റവാളി. ആ അർത്ഥത്തിൽ ഇദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തിയാലുള്ള സാഹചര്യം, ദൃക്സാക്ഷികളടക്കം ഭീതിയോടെ ജീവിക്കുന്ന സാഹചര്യം, ഇതൊക്കെ കോടതിയുടെ മുന്നിൽ എത്തിയതാണ്. പ്രോസിക്യൂഷൻ അത്തരം കാര്യങ്ങളെല്ലാം കോടതിക്ക് മുന്നിൽ എത്തിച്ചതാണ്. അതുകൊണ്ട് കോടതി ഈ ചെന്താമരയുടെ കാര്യത്തിൽ എന്ത് വിധിക്കുമെന്നുള്ളത് പ്രധാനമാണ്. 16-ാം തീയതിയാണ് വിധി പ്രഖ്യാപനം ഉണ്ടാവുക. ഇതിപ്പോൾ സജിതയുടെ വധക്കേസാണ്. ഇരട്ടക്കൊലപാതക കേസിൽ ഇനി വേറെ വിധി വരാനുണ്ട് ചെന്താമരയ്ക്കെതിരെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൊടും സൈക്കോ കില്ലറായതുകൊണ്ട്, ഒരു സീരിയൽ കില്ലറായതുകൊണ്ട് തന്നെ കോടതി ഒരു ദയാദാക്ഷിണ്യവും ചെന്താമരയുടെ കാര്യത്തിൽ എടുത്തേക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.